2025 സെപ്റ്റംബർ 23, അതായത് ഇന്നലെ രാവിലെ മുതൽ കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങളിൽ മുഴുവൻ നിറഞ്ഞു നിരുന്ന ഒരു വാർത്തയായിരുന്നു ദുൽഖർ സൽമാന്റെയും പൃഥ്വിരാജിന്റെയും വീട്ടിൽ നടന്ന വാഹന പരിശോധന. ഇതിന്റെ പിന്നിലെ യാഥാർത്ഥ്യം എന്ത്, ഇതിന്റെ പിന്നിലെ യഥാർത്ഥ സംഭവങ്ങൾ എന്തെല്ലാം നമുക്കിന്ന് പരിശോധിക്കാം. കഴിഞ്ഞ ദിവസങ്ങളിലായി കേരളത്തിൽ നിന്നും മാത്രം 36 വാഹനങ്ങളാണ് വിജിലൻസ് കണ്ടുകെട്ടിയത്. അതിൽ ദുൽഖർ സൽമാന്റെയും പൃഥ്വിരാജിന്റെയും ഉൾപ്പെടെ കേരളത്തിൽ വൻതോതിൽ ചർച്ചയാകുന്ന ഒരു കേസ് കൂടിയാണിത്. ഭൂട്ടാനിൽ നിന്ന് നികുതി വെട്ടിച്ച് കടത്തിയെടുത്ത കാറുകൾ, പിന്നിൽ സിനിമാ താരങ്ങളുടെ പേരുകൾ, സോഷ്യൽ മീഡിയ ചർച്ചകൾ എല്ലാം ചേർന്ന് ഇപ്പോൾ വലിയൊരു വിവാദമായി മാറിക്കഴിഞ്ഞു. ദുൽഖർ സൽമാനും പൃഥ്വിരാജും അടക്കം ചില പ്രമുഖരുടെ പേരുകൾ വന്നതിനാൽ ഇത് വൻതോതിൽ ശ്രദ്ധ ആകർഷിക്കപ്പെട്ടു. 2022 തന്നെ കേരളത്തിലെ ചില സൂപ്പർ ലക്ഷറി വാഹനങ്ങൾ ലോ രജിസ്ട്രേഷൻ ടാക്സ് നൽകി കൊണ്ടുവന്നതായി ഇന്റലിജൻസ് റിപ്പോർട്ട് വന്നിരുന്നു. സാധാരണ കേരളത്തിൽ 1 കോടിക്ക് മുകളിൽ വില വരുന്ന കാർ വാങ്ങുമ്പോൾ 20% മുതൽ 30% വരെ റോഡ് ടാക്സും അതുപോലെ രജിസ്ട്രേഷൻ ചാർജസും അടയ്ക്കേണ്ടതാണ്. എന്നാൽ ചില ഇടനിലക്കാരുടെ സഹായത്തോടെ ഭൂട്ടാനിൽ നിന്നുള്ള സീറോ ടാക്സ് ഇമ്പോർട്ട് വഴി വാഹനങ്ങൾ ഇന്ത്യയിൽ എത്തിക്കുകയും അത് ഫേക്ക് ഡോക്യുമെന്റ്സ് ഉപയോഗിച്ച് ഇവിടെ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. ഇതാണ് മുഴുവൻ സംഭവങ്ങളുടെ അടിസ്ഥാനം. സർക്കാരിന് ലക്ഷങ്ങൾ നഷ്ടപ്പെട്ടുവെന്ന റിപ്പോർട്ടുകളാണ് വിജിലൻസിന് ലഭിച്ചത്. പിന്നീട് അന്വേഷണത്തിനിടെ ചില പ്രമുഖരുടെ കാർ രജിസ്ട്രേഷൻ നമ്പർ ഉൾപ്പെടെ കണ്ടെത്തി. അവയിൽ ദുൽഖർ സൽമാനും പൃഥ്വിരാജും ഉൾപ്പെട്ടുവെന്ന് റിപ്പോർട്ടുകൾ പറഞ്ഞു. എന്നാൽ ഇവർ നേരിട്ട് അനധികൃത ഇടപാടുകളിൽ പങ്കാളികളാണ് തെളിവുകൾ ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല. താരങ്ങൾ പറയുന്നത് അവർ കാർ സ്വന്തമായി വാങ്ങിയപ്പോൾ എല്ലാ നിയമ നടപടികളും പാലിച്ചുവെന്നാണ്. അതായത് ഇവർ വാഹനം വാങ്ങുമ്പോൾ ഇതിന്റെ പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ആയിരുന്നു. അതായത് ഈ വാഹനത്തിന്റെ മുൻപുള്ള ഉടമസ്ഥരായിരിക്കാം ഈ കുറ്റകൃത്യങ്ങളെല്ലാം ചെയ്തു വെച്ചിട്ടുണ്ടാവും. എന്നാലും താരങ്ങളുടെ പേര് ഉയർന്നതോടെ സംഭവം സോഷ്യൽ മീഡിയയിൽ വൻ ചർച്ചയായി മാറി. 2025 സെപ്റ്റംബർ 23 വിജിലൻസ് കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ റെയ്ഡ്സ് നടത്തി. ആഡംബര SUV, സ്പോർട്സ് കാറുകൾ, ഇമ്പോർട്ടഡ് സെഡാൻസ് എല്ലാം പിടിച്ചെടുത്തു. കാർ പേപ്പേഴ്സ് മിസ്മാച്ച്, ഫോഗ് ഡോക്യുമെന്റ്സ്, അണ്ടർ വയലേഷൻ എല്ലാം കണ്ടെത്തി. ചില വാഹനങ്ങൾ റോഡിൽ പോലും ഓടിക്കാനാവാത്ത വിധം സസ്പീഷ്യസ് പേപ്പേഴ്സ് ഉള്ളവയായിരുന്നു. പിടിച്ചെടുത്ത കാറുകൾ സാധാരണ വാഹനങ്ങളല്ല, കോടികൾ വില വരുന്ന ലക്ഷറി ബ്രാൻഡുകളായിരുന്നു. കേസ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്, അതായത് ED, ഇൻകം ടാക്സ്, കസ്റ്റംസ് തുടങ്ങിയ ഏജൻസികൾ കൈമാറാനുള്ള സാധ്യത ഏറെ കൂടുതലാണ്. സർക്കാരിന് കോടികളുടെ വരുമാന നഷ്ടം സംഭവിച്ചുവെന്നാണ് പ്രാഥമിക കണക്ക്. ഇതിലെ ഇടനിലക്കാരെ കുറിച്ച് അന്വേഷണം ശക്തമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. നികുതി വെട്ടിക്കൂട്ടിയ ഈ ലക്ഷറി കാർ മാഫിയ കേരളത്തിൽ വലിയ രാഷ്ട്രീയ സിനിമാ ചർച്ചകളായി മാറിയിരിക്കുകയാണ്. സോഷ്യൽ മീഡിയയിലെ പ്രതികരണം ഇപ്രകാരമായിരുന്നു. ദുൽഖറിനും പൃഥ്വിരാജിനും ഫാൻസ് പിന്തുണ പ്രഖ്യാപിച്ചു. അവർ കുറ്റക്കാരല്ല, വാങ്ങുമ്പോൾ എല്ലാ പേപ്പേഴ്സ് നോക്കിയിട്ടാണ് വാങ്ങിയതെന്ന്. മറുവശത്ത് ചിലർ ചോദിക്കുന്നു, സാധാരണക്കാരനാണ് ഒരു ബൈക്ക് പോലും ടാക്സ് കൊടുത്തില്ലെങ്കിൽ കേസ് കിട്ടും. എന്നാൽ കോടികളുടെ കാറുകൾ ടാക്സ് ഇല്ലാതെ വന്നാൽ ആരാണ് ഉത്തരവാദി? അതുകൊണ്ടാണ് ഈ കേസ് ഇപ്പോഴും സാധാരണ ഒരു നികുതി വെട്ടി കേസ് മാത്രമല്ല, വലിയ പബ്ലിക് ഡിബേറ്റായി മാറിയിരിക്കുകയാണ്. ഭൂട്ടാനിൽ നിന്ന് ടാക്സ് വെട്ടിച്ചു കൊണ്ടുവന്ന കാറുകളുടെ കേസ് ഇനി വലിയ അന്വേഷണം നേരിടാനാണ് പോകുന്നത്. താരങ്ങളുടെ പേരുകൾ വന്നാലും കുറ്റം തെളിഞ്ഞിട്ടില്ല എന്നതാണ് സത്യാവസ്ഥ. പക്ഷേ കേരളത്തിൽ ഇത്തരം ലക്ഷറി കാർ മാഫിയ നെറ്റ്വർക്ക്സ് പ്രവർത്തിക്കുന്നുണ്ട് എന്ന കാര്യം വീണ്ടും തെളിഞ്ഞു കാണിച്ചു. ഇനി ഈ കഥ എങ്ങോട്ട് പോകും എന്നതാണ് കാണാനുള്ളത്. പക്ഷേ ഇതെല്ലാം പറയുമ്പോൾ മറ്റൊരു കാര്യം പറയാതെ വയ്യ. ഇവിടെ എങ്ങനെ ഭൂട്ടാനിൽ നിന്നുള്ള ഒരു വാഹനം ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തു? അതിന് ഒപ്പുവെച്ച ഓഫീസർ ആരാണ്? ആ ഓഫീസർക്കെതിരെ നടപടിയെടുക്കാതെ ഈ നടന്ന കാര്യങ്ങളൊന്നും അറിയാതെ കാർ വാങ്ങിയ പൗരന്മാർക്കെതിരെ നടപടിയെടുക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. എല്ലാവരും ഒരുപോലെ ആയിരിക്കണമെന്നില്ല. കൂട്ടിവെച്ച പണം കൊണ്ട് കാറുകൾ വാങ്ങി വഞ്ചിക്കപ്പെട്ടവരാണ് പലരും. അതുകൊണ്ട് ആദ്യം ഇതിൽ ഒപ്പുവെച്ച ഓഫീസർക്കെതിരെ നടപടിയെടുക്കുക. അല്ലാതെ ഇതൊന്നും അറിയാതെ കാർ വാങ്ങിയ പൗരന്മാർക്കെതിരെ നടപടിയെടുക്കുന്നത് യോജിക്കാൻ അല്പം അസൗകര്യമുണ്ട്. ഇതെല്ലാം നമുക്കൊരു പാഠമാണ്. ഇന്ത്യയിൽ നടക്കുന്ന ഒരുപാട് സ്കാമുകളുണ്ട്. അതെല്ലാം നടക്കുന്നത് ഉയർന്ന ഉദ്യോഗസ്ഥരുടെയും നേതാക്കന്മാരുടെയും അറിവോടെയായിരിക്കും. പെട്ടുപോകുന്നത് അവസാനം നമ്മൾ മാത്രമായിരിക്കും. എല്ലാവരും കരുതിയിരിക്കുക. ഇതിനുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുക. ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.